ഹായ് ഓൾ, വെൽക്കം ടു നഴ്സ് വൈസ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ OET കാനഡയിൽ അംഗീകരിച്ച് എന്നതിൻ്റെ ഒരു ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്യാനാണ്. എനിക്കറിയാം ഞാൻ ഈ വീഡിയോ ഒരു ലേറ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്, കാരണം ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. സോറി ഫോർ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് എനിക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ OETനെ കുറിച്ച് ആണ്. അപ്പം നമുക്കറിയാവുന്ന പോലെ തന്നെ OET എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് മാത്രമാണ്. ഓൾറെഡി UK, അതുപോലെ തന്നെ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഓൾറെഡി ഈ പറയുന്ന ലാംഗ്വേജ് ടെസ്റ്റ് അംഗീകരിച്ചിരിക്കുകയാണ്. കാനഡയിൽ അംഗീകരിക്കാൻ വേണ്ടി ഞാൻ നാട്ടിലായിരുന്ന പോലും ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്തൊന്നും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ ഒരു ഹാപ്പി ന്യൂസാണ് ഫോർ നഴ്സസ്. കാരണം തീർച്ചയായിട്ടും ഈ സ്കോർ ഇപ്പോൾ കയ്യിലുള്ളവർക്കും അതുപോലെ തന്നെ ഇനി കാനഡയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എഴുതി നിങ്ങളുടെ ഫസ്റ്റ് എൻട്രി നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ്. കാരണം ഞാൻ പേഴ്സണലി എനിക്ക് പറയാനുള്ളത്, കാരണം ഞാൻ ഈ 2 ലാംഗ്വേജ് ടെസ്റ്റുകളും എഴുതിയ ഒരാളാണ്. ഞാൻ ഫസ്റ്റ്ലി UK പോകാനാണ് ആഗ്രഹിച്ചിരുന്നത്. അപ്പം ഞാൻ OET എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ കാനഡയിൽ വരാൻ നേരത്തെ OET അന്ന് അംഗീകരിച്ച് 2021 അംഗീകരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് IELTS ആയിരുന്നു എഴുതേണ്ടിയിരുന്നത്. അപ്പോൾ IELTS എഴുതിയതിൻ്റെ വെളിച്ചത്തിലും OET ബോത്ത് എക്സാംസ് എഴുതിയതിൻ്റെ ഒരു വെളിച്ചത്തിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, IELTS ജനറലായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ 4 മൊഡ്യൂൾസിൽ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ജനറൽ കാര്യങ്ങളായിരിക്കും. അപ്പം OET ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നഴ്സസിനൊക്കെ അത് ഒരു മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കൊക്കെ ഒരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. കാരണം നമ്മുടെ പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പം ഇതിൻ്റെ സ്കോർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റീഡിങ്ങിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കോറിംഗ് ആണ് കമ്പയർ ടു UK, അയർലൻഡിലൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ. അപ്പം റീഡിങ്ങിനും അതുപോലെ തന്നെ റൈറ്റിങ്ങിനും C+ മാത്രം മതി. എന്നാൽ ലിസണിങ്ങിനും അതുപോലെ തന്നെ സ്പീക്കിങ്ങിനും B ഗ്രേഡ് വേണം എന്നതാണ് ഇതിൻ്റെ ഒരു സ്കോറിങ്ങിലുള്ള ഡിഫറൻസ് എന്ന് പറയും. അപ്പോൾ ഈ സ്കോർ അംഗീകരിച്ചിരിക്കുന്നത് CNRC ആണ്. CNRC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനേഡിയൻ നഴ്സ് റെഗുലേറ്റേഴ്സ് കൊളാബറേറ്റീവ് ആണ്. അതായത് കാനഡയിലുള്ള പ്രൊവിൻസസിലുള്ള വരുന്ന റെഗുലേറ്ററി ബോഡീസിൻ്റെ ഒക്കെ ഒരു കൂട്ടായ്മയാണ് ഈ CNRC. അപ്പം ഇവരുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ആ ഒരു പട്ടികയിൽ OET കൂടി അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പം പണ്ട് എയർലി തന്നെ നമ്മുടെ IELTSൻ്റെ ലാംഗ്വേജ് ടെസ്റ്റും അതുപോലെ തന്നെ സെൽബാൻ, PT ഒക്കെ ഓൾറെഡി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന OET കൂടി ഇപ്പോൾ കാനഡയിൽ നിലവിൽ അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഈ OET എന്ന് പറയുന്ന എക്സാം ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് മാത്രമാണ്. അപ്പോൾ OET പാസ്സായി, ഇപ്പം നാട്ടിലിരിക്കുന്ന ഒരാൾ OET പാസ്സായതുകൊണ്ട് കാനഡയിൽ വന്ന് നഴ്സാകുകയല്ല ചെയ്യുന്നത്. കാരണം ഓരോരോ പ്രൊവിൻസിനും അതിൻ്റേതായ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒണ്ടാരിയോയിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ NNAS എന്ന് പറയുന്ന പ്രോസസ്സ്, അതുപോലെ തന്നെ അതിൻ്റെ റെഗുലേറ്ററി ബോഡി ആയിട്ടുള്ള കോളേജ് ഓഫ് നഴ്സസ് ഓഫ് ഒണ്ടാരിയോയിൻ്റെ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു റിക്വയർമെൻറ്റ് ലാംഗ്വേജ് നമ്മുടെ മെറ്റാകാൻ വേണ്ടി, കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലാംഗ്വേജ് മെറ്റാകാൻ വേണ്ടിയുള്ള ഒരു പ്രൊഫിഷ്യൻസി ടെസ്റ്റ് മാത്രമാണ് OET അല്ലെങ്കിൽ IELTS തുടങ്ങിയ ലാംഗ്വേജ് ടെസ്റ്റുകൾ. അപ്പം ഇത് നമ്മൾ പാസ്സായി കഴിഞ്ഞിട്ട് നമുക്ക് എലിജിബിലിറ്റി കിട്ടി, അല്ലെങ്കിൽ നമ്മൾ NCLEX മെയിൻ എന്ന് പറയുന്നത് NCLEX-R എന്ന് പറയുന്ന എക്സാമാണ്. അപ്പം നമ്മൾ ആ എക്സാം പാസ്സായാൽ മാത്രമാണ് നമുക്ക് ലൈസൻസ് കിട്ടുക. എന്നിട്ട് മാത്രമേ നമുക്ക് നഴ്സായി വർക്ക് ചെയ്യാൻ സാധ്യമാവുള്ളൂ. ഇപ്പം UK പോലുള്ള കൺട്രീസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ OET അംഗീകരിച്ചാൽ കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് റിക്വയർമെൻറ്റ്സ് ഉണ്ടല്ലോ, CBT എക്സാം എഴുതുക, അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ OSCE എഴുതി നമ്മൾക്ക് ലൈസൻസിങ് കിട്ടുന്ന പോലെ തന്നെയാണ് ഇവിടെയും. അല്ലാതെ OET എക്സാം എഴുതിയത് കൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നഴ്സിംഗ് ലൈസൻസ് നമുക്ക് കിട്ടി എക്സാം വർക്ക് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ മെറ്റാക്കണം. എനിക്ക് വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താനുള്ളത്, കുറേ കമൻസിലായിട്ടൊക്കെ ഒരു ഡൗട്ടായി ചോദിക്കുന്നതാണ് പല എൻക്വയറീസിലൊക്കെ. അപ്പം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്നും മൂവ് ടു കാനഡ, നിങ്ങൾക്ക് കാനഡയിലോട്ട് മൂവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എംപ്ലോയറിൻ്റെ ലെറ്റർ മതി നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മെറ്റാകാൻ വേണ്ടി. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കാനഡയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ പ്രത്യേകമായ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് എഴുതേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല.
അപ്പം അതും കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും നാട്ടിൽ നിന്നും ഈ സ്കോർ ഇപ്പം നിലവിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കാനഡയിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത റിക്വയർമെൻറ്റ്സ് ഒക്കെ മെറ്റാക്കി എക്സാം എഴുതി നിങ്ങൾ പാസ്സായി നിങ്ങൾ തീർച്ചയായും കാനഡയിൽ എത്തട്ടെ, അല്ലെങ്കിൽ നല്ലൊരു നേഴ്സായി നിങ്ങൾ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം തീർച്ചയായും ഇത്രയും നേരം കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. See you with another video. Bye bye.